ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ പേര് അഴിമതി, നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു, ഏത് നിർദ്ദേശവും വെച്ചു, അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകഭൂപടത്തിൽ ഇന്ത്യ സ്ഥാനം പിടിച്ചു. വിഴിഞ്ഞം പദ്ധതി അങ്ങനെ യാഥാർത്ഥ്യമായി. എന്നാൽ വിഴിഞ്ഞത്തല്ല ഇത് കേരളത്തിൽ താരമായത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം. പക്ഷേ ആ പ്രസംഗം തികഞ്ഞ നന്ദികേടായിപ്പോയി എന്ന് സമൂഹ മാധ്യമങ്ങളും കേരളവും ഉച്ചത്തിൽ പറയുന്നു. മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന ഉമ്മൻചാണ്ടിയെയോ VS അച്യുതാനന്ദനെയോ പരാമർശിക്കാതെയുള്ള പ്രസംഗം. ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന് പിണറായി വിജയൻ. ഇതിന് പിന്തുണ നൽകിയ എല്ലാവർക്കും നന്ദി, കേരളത്തിന് നന്ദി, ഇതായിരുന്നു പിണറായി വിജയന്റെ വാക്കുകൾ. എന്നാൽ പിണറായി വിജയന് തൊട്ടുപിന്നാലെ പ്രസംഗിച്ച കരൺ അദാനി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ശശി തരൂർ MPക്കുമൊക്കെ നന്ദി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശം ആർക്കെന്ന തർക്കം ഇപ്പോൾ കേരളത്തിൽ മുഴങ്ങുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കാതെ ഇപ്പോൾ പിണറായി വിജയന്റെ പ്രസംഗം വലിയ നന്ദികേടായിപ്പോയി എന്ന് കേരളം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയണമെന്ന് M വിൻസെന്റ്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് 2015 ഡിസംബറിൽ വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടത്. വിഴിഞ്ഞം പദ്ധതിയുടെ നാൾവഴികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു എങ്കിലും ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചില്ല. എന്നാൽ തൊട്ടു പിന്നാലെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രസംഗം വൈറലാകുന്നു. പിണറായി വിജയനെ തീർത്തെടുക്കുന്ന ഒരു പ്രസംഗം. ഉമ്മൻചാണ്ടി നിയമസഭയിൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ടു പോയപ്പോൾ ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്ന ആരോപണം ഉന്നയിച്ചത് പിണറായി വിജയനും കൂട്ടരും. എന്നാൽ പിന്നീട് വന്ന LDF സർക്കാരും ഇതേ പദ്ധതിയുമായി മുന്നോട്ടു പോയി. LDF നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ ഉമ്മൻചാണ്ടി നൽകിയ മറുപടി കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഏത് സംശയങ്ങളും പറഞ്ഞോളൂ, ഏത് നിർദ്ദേശവും വെച്ചോളൂ, അതൊക്കെ സ്വീകരിക്കാവുന്നത് മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതാക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ. വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ ഒട്ടേറെ കല്ലേറുകൾ വാങ്ങിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പലപ്പോഴും വികാരാധീനനായി നിയമസഭയിൽ പറഞ്ഞിരുന്നു, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുക എന്നത് തന്റെ ജീവിത ലക്ഷ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് M വിൻസെന്റ് പറഞ്ഞത്, മാപ്പ് ഉമ്മൻചാണ്ടിക്ക് കേരളത്തിന്റെ മാപ്പ്. അദാനിയെ എത്തിച്ച നയതന്ത്രത്തെ പിണറായി വിജയൻ മനഃപൂർവ്വം മറന്നു. വിഴിഞ്ഞത്ത് നിറഞ്ഞത് ചീഞ്ഞ രാഷ്ട്രീയ കളികൾ മാത്രമാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പൂർണ്ണമായും ശരി തന്നെ. മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി നടത്തിയ ശ്രമങ്ങളെ യാതൊരു വിധത്തിലും പരാമർശിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചവസാനിപ്പിക്കുമ്പോൾ ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനും അദാനി പോർട്ടിനുമൊക്കെ പിണറായി വിജയൻ നന്ദി പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് അത് മനഃപൂർവ്വം മറന്നിട്ടത് തന്നെ. ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഇന്നലെയാണ് വിഴിഞ്ഞത്തെത്തിയത്. ലോകത്തെ രണ്ടാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനിയായ മേസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സാൻ ഫെർണാണ്ടോ മദർഷിപ്പാണ് വിഴിഞ്ഞം തുറമുഖത്ത് ഇപ്പോൾ കിടക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ആഴമേറിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിലേക്ക് ഇപ്പോൾ ഒരു മുതൽക്കൂട്ടായിരിക്കുന്നു. 2000 കണ്ടെയ്നറുകളാണ് ഇന്ന് വിഴിഞ്ഞത്തിറക്കിയത്. നാളെ തന്നെ ഫീഡർ കപ്പലുകൾ എത്തുന്നതോടെ ട്രാൻസ്ഷിപ്മെന്റിനും തുടക്കമാകും. കേരളത്തിന്റെ വികസന പ്രതീക്ഷ ഉയരുന്നു, അതും വാനോളം. 3 മാസത്തോളം നീളും ഈ ട്രയൽ റൺ. തുടർച്ചയായി ഇനി മദർഷിപ്പുകൾ എത്തിക്കൊണ്ടിരിക്കും. പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുന്നത് ഒക്ടോബറിൽ. പക്ഷേ ആദ്യ കണ്ടെയ്നർ ഷിപ്പിന്റെ വരവോടെ വരുമാനം ലഭിച്ചു തുടങ്ങി. മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി നടത്തിയ ഇടപെടലുകളുടെ പരിപൂർണ വിജയം. സംസ്ഥാന ഖജനാവിനും ഇത് മുതൽക്കൂട്ടാവും.
ഒട്ടേറെ സങ്കീർണമായ ഇടപെടലുകൾ നടത്തിയാണ് അന്ന് അദാനിയെ നിർമ്മാണത്തിനിവിടെ എത്തിച്ചത് ഉമ്മൻചാണ്ടി. അന്ന് വിഴിഞ്ഞത്തിനെതിരായ ലോബികൾ ശക്തമായി തലപൊക്കി. അവർക്ക് വേണ്ട ഇന്ധനമത്രയും പകർന്നു നൽകിയത് CPM എന്ന രാഷ്ട്രീയ പാർട്ടി. തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി ഇപ്പോൾ മുന്നണികൾ തമ്മിൽ തർക്കം മുറുകുന്നു. അതിനിടയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് കേരളം ഏറ്റവുമധികം ചർച്ച ചെയ്ത ദിവസമായി ഇന്നേ ദിവസം മാറി. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ വിഴിഞ്ഞം കല്ലിടൽ, ഒപ്പിടൽ അതൊക്കെ വലിയ ആഘോഷങ്ങളായിരുന്നു. എന്നാൽ അത്തരം വേളകളിലൊക്കെ അഴിമതി ആരോപണം ഉയർത്തി കരിദിനങ്ങളായി ആചരിച്ചിരുന്നു CPM. അദാനി ഗ്രൂപ്പിന്റെ സഹകരണത്തിന് പിണറായി വിജയൻ നന്ദി പറഞ്ഞു. ഒപ്പം മുൻ ഇടതുപക്ഷ മന്ത്രിമാരായിരുന്ന അഹമ്മദ് ദേവർകോവിലിനെയും കടന്നപ്പള്ളിയെയും ഒക്കെ പിണറായി വിജയൻ പ്രത്യേകം അഭിനന്ദിച്ചു. 2015 വിഴിഞ്ഞം വിഷയത്തിൽ ഇടതുമുന്നണി ഉയർത്തിയ എതിർപ്പുകളെ അന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ ന്യായീകരിക്കുന്നു. അഴിമതിക്കോ ചൂഷണത്തിനോ ഉള്ള വഴിയായി വിഴിഞ്ഞം മാറരുത് എന്ന് മാത്രമായിരുന്നു LDFന്റെ കാഴ്ചപ്പാടെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ തിരുത്തുന്നു. അഴിമതിയുടെ എല്ലാ സാധ്യതകളും അടച്ചുകൊണ്ടാണ് തുറമുഖം സജ്ജമാക്കിയത് എന്നും പിണറായി വിജയൻ വിശദീകരിക്കുന്നു. അന്നത്തെ ദേശാഭിമാനി ഇപ്പോൾ ഏറെ വൈറലായി. കടൽ കൊള്ളയെന്നാണ് അന്ന് ദേശാഭിമാനിയുടെ മുൻ പേജിൽ അച്ചുനിരത്തിയത് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച്. നമ്മുടെ കേരളത്തിന് അതും നേടാനായിരിക്കുന്നു. അയൽ രാജ്യങ്ങൾക്ക് വരെ അഭിമാനിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഇവിടെ അഭിമാനം വാനോളം ഉയർത്തിയത് ഉമ്മൻചാണ്ടിയാണ് എന്ന ചരിത്ര വസ്തുത നിങ്ങൾ ബോധപൂർവം മറക്കുന്നു. എന്നാൽ ജനം അതിരട്ടി വേഗതയിൽ ഓർത്തെടുത്തു. മൻമോഹൻ സിംഗ് സർക്കാർ അന്ന് പദ്ധതി അനുമതി നിഷേധിച്ച കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇത്തരം തുറമുഖങ്ങൾ ലോകത്ത് കൈവിരലിൽ എണ്ണാവുന്നത് മാത്രമേയുള്ളൂ. ലോക ഭൂപടത്തിൽ ഇന്ത്യ ഇതിലൂടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ലോകത്തെ വൻകിട തുറമുഖങ്ങളിലൊന്നാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നത്. മദർഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് ധാരാളമായി വരാൻ പോകുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാൻ കഴിയുന്ന ഇടമായി വിഴിഞ്ഞം തുറമുഖം മാറി. അഭിമാനിക്കാനുള്ള വക ഇവിടെ തീരുന്നില്ല. 1ാം ഘട്ടം മാത്രമാണ് പൂർത്തിയാക്കിയത്. 3ാം ഘട്ടം ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. 2045 പൂർണ്ണ സജ്ജമാകുന്ന തരത്തിലേക്ക് മാറണമെന്നാണ് നേരത്തെ വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്നാൽ 17 വർഷം മുൻപേ തന്നെ സമ്പൂർണ്ണ നിലയിലേക്ക് നമ്മൾ മാറുന്നു. 2028 സമ്പൂർണ്ണ തുറമുഖമായി ഇത് മാറും എന്ന് അതീവ സന്തോഷകരമായ കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ. വിഴിഞ്ഞം തുറമുഖത്തിന് 8,867 കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക്. 8,867 കോടിയിൽ 5,595 കോടി സംസ്ഥാന സർക്കാരും 818 കോടി കേന്ദ്ര സർക്കാരുമാണ് വഹിക്കുന്നത്. രാജ്യത്താദ്യമായി തുറമുഖ നിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അംഗീകരിച്ചത് ഈ തുറമുഖത്തിന് വേണ്ടി. ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് നന്ദി അറിയിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവിനെ പോലും ക്ഷണിക്കാതെയുള്ള ഒരു ചടങ്ങ്. എന്നാൽ അതിൽ ഏറ്റവും വലിയ ഹീറോവായി മാറിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി അങ്ങനെ മുന്നണികൾ തമ്മിൽ തർക്കം മുറുകുന്നു. ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് വിഴിഞ്ഞമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ട്രയൽ റൺ ആയതുകൊണ്ടാണ് എല്ലാവരെയും ക്ഷണിക്കാത്തത് എന്ന് മന്ത്രി VN വാസവൻ. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പ്രതിപക്ഷത്തെ പൂർണ്ണമായി സർക്കാർ അവഗണിച്ചു എന്ന ആരോപണവും ശക്തമാകുന്നു. പ്രതിപക്ഷ നേതാവ് ആ വേദിയിലെത്തിയാൽ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കും. അത് ഭയന്നാണ് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത്. എന്നാൽ അതിനേക്കാളൊക്കെ അതിശക്തിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളാണ് ഇന്ന് കേരളത്തിൽ നിറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ പേര് തുറമുഖത്തിന് നൽകണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. പദ്ധതി പൂർത്തിയായതിൽ ഏറ്റവുമധികം സന്തോഷിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവാണ് എന്ന് രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലി നിങ്ങൾക്ക് തർക്കിക്കാം, പക്ഷേ മാതൃത്വം ഉമ്മൻചാണ്ടി സർക്കാരിന് മാത്രമാണ് എന്ന് മുൻമന്ത്രി K ബാബു. കപ്പലിനുള്ള സ്വീകരണ പരിപാടിയിൽ താൻ പങ്കെടുക്കില്ല എന്ന് ശശി തരൂർ MP. പുനരധിവാസ പാക്കേജ് നടപ്പാക്കുന്നതിൽ LDF സർക്കാർ ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നാണ് ശശി തരൂരിന്റെ ആരോപണം. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉമ്മൻചാണ്ടിക്ക് സമർപ്പിച്ചുകൊണ്ട് നാളെ ജില്ലാ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രകടനം നടത്തും. പൂർണ്ണമായി ഉമ്മൻചാണ്ടി ദിവസമായി ഈ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ദിവസം. അതിഗംഭീരമായി മാറിയ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.